എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വികാനന്ദൻ തൃശ്ശൂർ. എൻ്റെ മക്കളെ ഒന്നും പറയണ്ട, ആകെ ഞാൻ കുഴപ്പത്തിലായി. 10-11 ദിവസമായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട്. എന്ത് ചെയ്യാനാ, എൻ്റെ ഫോൺ പെട്ടെന്ന് കേടായി. വീഡിയോകൾ എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കടയിൽ കൊണ്ടു ചെന്നപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൽ ഫുള്ള് വീഡിയോകളും ഫോട്ടോസുകളും ഫുള്ളായിട്ട് ഒന്നും ആയിട്ടില്ല. ഞാൻ അത് ഫോൺ വിളിക്കാൻ പോലും ഉപയോഗിക്കുന്നില്ല, ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ടായെന്നും പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഇത് മൊത്തം വാഷ് ചെയ്യുക എന്തുകൊണ്ട് ചെയ്തു. അപ്പോൾ അതിലുള്ള സർവ്വതും പോയി, പുതിയ ഫോൺ പോലെയായി. അപ്പോൾ ഇതിലുള്ള എൻ്റെ ചാനലും പോയി. അപ്പോൾ എൻ്റെ ചാനൽ കിടക്കുന്നത് പഴയ ഫോണിലാണ്. അതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറും ഇല്ല, സൗണ്ടും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ആകെ ഞാൻ കഷ്ടത്തിലായി. ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ വന്ന് വീഡിയോ എടുക്കണു, അപ്ലോഡ് ചെയ്യാൻ നോക്കണു, ഫോണില്ല. അങ്ങനെ ഒരു ചാനൽ കാണിക്കണില്ല. 2 വീഡിയോ ഞാൻ ഇട്ട് നോക്കി, 2 വീഡിയോ എങ്ങോട്ട് പോയെന്നറിയില്ല. പഴയ ഫോണിലെടുത്താൽ അറിയാം നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷെ അതിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ടായി. ഞാൻ വളരെ ദുഃഖത്തിലായി, കരഞ്ഞും പിഴഞ്ഞും. ഒരു പണി എടുക്കാൻ തോന്നുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരിക. കാരണം ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഇപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിമിഷം വരെ മെഴുകുതിരി പോലെയാണ്, ഉരുകി ഉരുകി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പിന്നീട് എനിക്ക് ഈശ്വരനെ പൂജിക്കുമ്പോൾ മാത്രം, ദേവിയെ പൂജിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ശാന്തി കിട്ടിയിരുന്നത്. പിന്നീട് ഇപ്പോൾ 3 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ ഒരു ചാനൽ അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു. അപ്പോൾ അതങ്ങോട്ട് ഇല്ലാതെയായിപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അപ്പോൾ ഈ മൊബൈലിൻ്റെ കുഴപ്പമില്ല, അത് മനസ്സിലാണ്ട, മൊബൈലിൻ്റെ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നണത്. എൻ്റെ ചാനലിന് കണ്ണു വെച്ചിട്ടുണ്ട്, അതിന് കണ്ണീറേറ്റിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ ഈ പ്രതിഷ്ഠ, കഴിഞ്ഞ ആഴ്ചയിൽ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ വരെ പുറത്തൊരു ന്യൂസ് കിട്ടിയത്, സ്വാമിക്കിപ്പോൾ എന്താ ചാനലിൽ നിന്ന് വലിയ വരുമാനം കിട്ടണത്. അതുപോലെ ചാനൽ കാണുന്ന ആൾക്കാർക്കും കുറേ വന്ന് പണങ്ങൾ കുറേ കൊടുത്ത് കാശ് സമ്പാദിക്കുക എന്നൊരു വാക്ക് ഇപ്പോൾ ഈ അടുത്ത് കേട്ടു. അതേപോലെ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഒരു ചാനൽ ഇതൊന്നും അറിയില്ല, ഇയാൾക്ക് ഇതൊന്നും അറിയില്ല, ഇതൊന്നും മുന്നോട്ട് പോകാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവരും ഉണ്ട്. അപ്പം എൻ്റെ ഈ ചാനലില്ലായ്മ ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. ചിലവരെ നാൾ പ്രകാരം കണ്ണീറും എന്തിയാലും നാവ് കൊട്ടയാണ്, അത് വലിക്കും. എന്തിനു പറയണു, എൻ്റെ ചാനൽ പോയി എന്ന് ഞാൻ ദുഃഖപ്പെട്ട് കരഞ്ഞ് നടക്കുകയായിരുന്നു. അങ്ങനെ എനിക്കറിയുന്നവരോടൊക്കെ പറഞ്ഞ് അവരൊക്കെ ഇതൊന്ന് തോണ്ടി അവിടെ ഇട്ടുപോയി, ഒന്നും ചെയ്തില്ല. അവസാനം എൻ്റെ അമ്പലത്തിൽ കാലങ്ങളായിട്ട് വരുന്ന ഒരു മകൻ, അപ്പോൾ ഞാൻ അവനോട് വാട്സപ്പിൽ ഞാൻ അയച്ചു, എനിക്ക് വയ്യ, എനിക്ക് ശാന്തിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഞാൻ ചോറുണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി, എൻ്റെ ചാനൽ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ചാനലിനെ കുറിച്ചൊരു കുന്താ കുട്ടിക്ക് അറിയില്ല. അങ്ങനെ വൈകുന്നേരം എത്തി, ആ കുട്ടി വന്ന് അങ്ങനെ യൂട്യൂബിൽ നിന്ന് നോക്കിയിട്ട്, അതിൽ നോക്കിയിട്ട് നെറ്റ് എടുത്ത് എല്ലാം നോക്കിയിട്ട് അതിൽ പറയുന്നതനുസരിച്ച് ഈ കുട്ടി ഇത് ചെയ്ത്, എൻ്റെ പൊന്നു ഭഗവതി, എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് 9 മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ ഈ ചാനൽ തിരിച്ച് കിട്ടി. സന്തോഷമായി. അപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. അപ്പോൾ എൻ്റെ ചാനൽ നഷ്ടപ്പെടണം. കാരണം ഇനി ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് വിചാരം. അപ്പോൾ ഭക്തിപരമായിട്ട് എൻ്റെ ക്ഷേത്രത്തിൽ വേണ്ട ഭക്തിയിലേക്ക് മരത്താത്തിയാക്കി അതൊക്കെ നാശം ചെയ്തിട്ടാണ് ഇവർ പോയത്. അപ്പോൾ ഇനി ചാനലിൽ കൂടെ എനിക്ക് വരുമാനം കിട്ടി ഞാൻ പണക്കാരനാകുമോ അവർക്ക് പോയി. അന്ന് എനിക്ക് ശത്രു എന്ന് പറയാൻ എന്തിനാണ്? ഞാൻ ഒരാളോട് വഴക്ക് കൂടാൻ പോവില്ല, ഒരാളുടെ ഉയർച്ചയിൽ അസൂയപ്പെടില്ല, ഒരാളുടെ നിന്ന് പണം ഞാൻ വാങ്ങിച്ച് കൊടുക്കായില്ല, ഒരാൾക്ക് ഞാൻ ചോദിച്ചിട്ട് കൊടുക്കായില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്താലും പറഞ്ഞാലൊക്കെ മറന്ന് വരെ ഞാൻ കൂടെ ചേർത്തി നിർത്തി. സ്നേഹിച്ചതിന് കിട്ടിയ കൂലിയാണ് എനിക്കിത്.
ചിലവരങ്ങനെയാണ്. നമ്മളെത്ര സ്നേഹിക്കണം അത്ര നമ്മളെ തലയിൽ കയറി നൃത്തം ചെയ്യും. അങ്ങനത്തെ കുറേ ജന്മങ്ങളുണ്ട് ഭൂമിയിൽ, മനസ്സിലായണ്ട? എനിക്ക് കുറേ അങ്ങനത്തെ ജന്മങ്ങളെ കിട്ടി. അവരെന്നെ ഇല്ലായ്മ അങ്ങോട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഭഗവതിയായ കാളി എൻ്റെ കൂടെയുള്ളപ്പോൾ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പലത് ചെയ്തിട്ട് ഒരു പഠിച്ചിട്ടില്ല, ഇനി ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചെയ്യുന്നവരാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങളോട്, നിങ്ങൾ വേറൊരു മണ്ണ് കൊണ്ടുണ്ടാക്കിയൊരു കലമാണ്, ഞാനൊരു വലിയ മലയാണ്. നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്താൽ നിങ്ങൾ തകർന്നു പോവുകയുള്ളൂ, എനിക്കൊന്നും ഏൽക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടാ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നോട് കളിക്കാൻ നടന്നോളൂ. അപ്പോഴാണ് എനിക്ക് ജീവൻ വന്നത്, ജീവൻ വീണത്. അത്ര ദുഃഖമായിരുന്നു. എൻ്റെ ചാനൽ പോയി. ദൈവമേ, ഇത്തരം പാടുപെട്ട് 3 വർഷമാണ് ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത്, ഒന്നും അറിയാത്ത ഞാൻ. എന്നിട്ട് ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വേദന എനിക്ക്. എല്ലാവരും ചോദിക്കണേ എന്താ വീഡിയോ ചെയ്യാത്തത്, എന്താ വീഡിയോ ചെയ്യാത്തത്? ഇതന്നെ വീഡിയോ ചെയ്യാത്തത്, ഇത് തന്നെയാണ് വീഡിയോ ചെയ്യാതിരുന്ന കാരണം. അപ്പോൾ നമുക്ക് കണ്ണേറ് ഏറ്റാൽ നമ്മൾ എന്താ ചെയ്യുക? ഉപ്പ്, മുളക്, കടുക് ഇത് ഒഴിഞ്ഞ് നമ്മൾ അടുപ്പിലിടും. അപ്പോൾ എൻ്റെ ചാനലിന് കണ്ണേറ് ഏറ്റിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ചാനലിനെ കണ്ണേറിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ദാ ഇതിലെല്ലാം ഉണ്ട്. കടുക് പോയ ബുദ്ധിമുട്ട. ഇതാ കാണില്ലേ മക്കളെ, ഇതിൽ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ കടുകുണ്ട്, മുളകുണ്ട്, ഉപ്പുണ്ട്, ഇതാ എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ കണ്ണേറ് പോട്ടെ, എല്ലാ കണ്ണേറും, കരിക്കണ്ണന്മാരുടെയും കരികണ്ണികളുടെയും എല്ലാവരുടെ കരികണ്ണ് ഒഴിഞ്ഞു പോകണേ എൻ്റെ കൊടുങ്ങല്ലൂർ ഭഗവതി. എല്ലാം തീർന്നു കിട്ടണേ. ഇനി ഒരു തടസ്സം ഇതിൽ നേരിടരുതേ. എൻ്റെ ഈ ചാനൽ വിജയിച്ച് തരണേ എൻ്റെ അമ്മേ, എൻ്റെ ഭഗവതി. ഇനി ഇത് അടുപ്പിലിടാം. പൊട്ടി പോട്ടെ കരികണ്ണന്മാരെ കണ്ണല്ല. അപ്പം ഇത് നമുക്കും ഏൽക്കും, മനുഷ്യർക്കും ഏൽക്കും. അപ്പം ഇങ്ങനെ ഏൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു കടലാസിൽ അല്പം ഉപ്പ്, കല്ലുപ്പ്, 2 മുളക്, കുറച്ച് കടുക്, ഇതെല്ലാം കൂട്ടി നമ്മളെ ചീറ്റി ഒഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ അടുപ്പിലിടണം കേട്ടോ. അപ്പോൾ കണ്ണീറൊക്കെ പോകും. അപ്പോൾ ഈ കണ്ണീർ ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് കനം, തലവേദന, ഓക്കാനം, മനവറ്റിൽ, വെള്ളം വായിൽ തെളിഞ്ഞു വരിക, ഭക്ഷണം വേണ്ടായ്മ, ഇതൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഇതെടുത്ത് നമ്മൾ സന്ധിക്ക് ഒഴിഞ്ഞ് അടുപ്പിലിട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ കണ്ണീറും പോകും. ഇതൊക്കെ നമ്മുടെ പഴമക്കാർ ചെയ്ത് കാട്ടി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് കണ്ടിട്ട് ആരും അന്ധവിശ്വാസം മറ്റുള്ളവരിൽ കുത്തിവെക്കണം. ഇത് അന്ധവിശ്വാസമല്ല. അന്ധമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഭക്തിയാണ്. അന്ധമായി നമ്മൾ വിശ്വസിച്ചാലേ അവിടെ യഥാർത്ഥമായി തീരുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇപ്പം ചെയ്തത് അന്ധവിശ്വാസമല്ല, സംശയരോഗം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സംശയം, എനിക്ക് കണ്ണേറുണ്ടോ, ഇത് ചെയ്താൽ മാറോ, അത് സംശയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വേഗം ഇതുവരെ ചെയ്യാത്ത ലേക്കൊക്കെ ഇപ്പോൾ ചെയ്തോളേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ കാണുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലെത്തും. ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങളെല്ലാവരും സുഖസന്തോഷമായിരിക്കൂ. കൊടുങ്ങല്ലൂരമ്മ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.